എം പി ആറുമായൊരു താരതമ്യമാണ് നടത്തുന്നത്. എന്തൊരു കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ. അരുൺ, ഇപ്പോൾ ഏകദേശം അരുൺ നേരത്തെ പറഞ്ഞ വാർത്തയും ഈ വാർത്തയും തമ്മിൽ ഏതാണ്ട് ചേരുന്നുണ്ടല്ലേ? തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഈ രാഹുലിനെ സംരക്ഷിക്കുന്ന നിലപാട് അത് KPCC അധ്യക്ഷന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്ന അത്തരത്തിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ DCC അധ്യക്ഷൻ ഉൾപ്പെടെ ഈ നിലപാടിലേക്ക് കടന്നിരിക്കുന്നത്. രാഹുലിന് വലിയ രീതിയിലുള്ള സംരക്ഷണം ഒരുക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുലിനെ ഏതോ പുതിയൊരു സ്ഥാനാർത്ഥിയെ പോലെ, അല്ലെങ്കിൽ നേരത്തെ ശ്യാം പറഞ്ഞതുപോലെ ഒരു അവാർഡ് നേടി വന്ന വ്യക്തിയെ പോലെ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുന്നു ഒരു വശത്ത്. മറുവശത്താണെങ്കിൽ ഈ ഇത്തരത്തിൽ DCC പ്രസിഡന്റായ തങ്കപ്പൻ ഉൾപ്പെടെ പറയുന്നത് ഇങ്ങനെയാണ്, ഒരു MP രാഘവനെ CPM ചെയ്തതുപോലെ തങ്ങൾ ചെയ്യേണ്ടല്ലോ. അത് എങ്ങനെയാണ് ഈ രണ്ട് വിഷയങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാത്തത്. കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ലൈംഗിക പീഡന ആരോപണ വിഷയങ്ങളാണ് രാഹുലിനെതിരെ ഉയർന്നിരിക്കുന്നത്. ഒരു വ്യക്തിയല്ല, 2-3 സ്ത്രീകൾക്കെതിരെയുള്ള സ്ത്രീകളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ദുരനുഭവങ്ങളുടെ ഓഡിയോ സന്ദേശങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരിക്കുന്നു. ആ ഓഡിയോ സന്ദേശങ്ങൾ തൻ്റേതല്ല എന്ന് പറയാൻ ഇതുവരെയും രാഹുൽ തയ്യാറായിട്ടില്ല. ഇന്നലെയും നമ്മൾ ആവർത്തിച്ച് ചോദിക്കുകയുണ്ടായി, അവിടെയൊന്നും ആ ഓഡിയോ സന്ദേശം തൻ്റെ അല്ല എന്ന് രാഹുൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ആ ചാറ്റുകൾ തൻ്റേതല്ല എന്ന് പറയുകയോ ആ വിഷയത്തിൽ നിയമപരമായി മുന്നോട്ട് പോകുമെന്ന് ഒരിടത്തും പറയാത്ത വ്യക്തിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെ ഒരു വ്യക്തി വീണ്ടും മണ്ഡലത്തിലെത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് വലിയ പിന്തുണ കൊടുക്കുന്നു. കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ അതിന് പിന്നാലെ നിൽക്കുന്നു എന്നുള്ളതാണ്. അതേതായാലും ഒരു വശത്ത് പറയുന്നു രാഹുലിനെ പുറത്താക്കി, രാഹുലിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി, രാഹുലിന് കോൺഗ്രസ് പ്രവർത്തകനല്ല എന്നൊക്കെ പറഞ്ഞു വെക്കുന്നു. മറുവശത്താണെങ്കിൽ രാഹുലിന് കൃത്യമായിട്ടുള്ള പിന്തുണയുമായിട്ട് ഇവർ തന്നെ വളരെ ഗൗരവമായ രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളാണ് ഞങ്ങളുടെ പ്രതിനിധി അരുൺ ആലത്തൂർ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവച്ചത്.